അയാളൊരു നല്ല മനുഷ്യനാട്ടോ, അല്ലേ? നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. എന്താ കാരണം എന്നറിയോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ ലോകത്ത് നല്ല ആൾക്കാരാണ്. നമ്മുടെ ആശയങ്ങളുമായി യോജിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, അയാൾ വലിയ ഗുണമൊന്നുമില്ല, അല്ലേ? അയാൾ ശരിയല്ല. കാരണം എന്താ? അത് അയാൾ ശരിയല്ലാത്തല്ലടോ, നമ്മൾ ചിന്തിക്കുന്നതിനോട് ഘടകവിരുദ്ധമായിട്ട് അയാൾ സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് ചില സമയത്ത് നമ്മളെ ഉപദേശിക്കുന്ന കാലത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ചില ടീച്ചർമാർ പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയും ആ ടീച്ചർ പൊട്ട ടീച്ചറാണ്. ചില ടീച്ചർമാർ കുറച്ച് തരിയുടെയൊക്കെ കളിച്ചാലേ നമ്മുടെ കൂടെ നിൽക്കും, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ, നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കും. അത് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു സ്കില്ലുമാണ്, നമ്മുടെ കൂടെ നിൽക്കാനുള്ള സ്കില്ലാണ്. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ വേദനയോടുകൂടി തിരിച്ചറിയേണ്ടി വരും, അന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത ആ ഒരു ടീച്ചറില്ലേ, ആ ടീച്ചർ പറഞ്ഞതായിരിക്കും കേട്ടോ കൂടുതൽ ശരി. പക്ഷെ അതിന് ചിലപ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാനോ അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രം. അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊരു നല്ല മനുഷ്യനാണോ? നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറി നല്ല സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ട് വരാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു നല്ല മനുഷ്യനാവും. ഒരാളെയും നമ്മൾ കാണിച്ചു കൂട്ടാനായിട്ട് നല്ലൊരാളാവണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത് സമൂഹത്തിന് അതിൽ എതിർപ്പുണ്ടാവാനും പാടില്ല കേട്ടോ. അങ്ങനെയുണ്ട്, അല്ലേ? സമൂഹം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു നമ്മളുണ്ട്, അല്ലേ? അങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്താ രണ്ടും പറയുന്ന മാതിരി തോന്നുന്നുണ്ടോ? ചില സമയത്തൊക്കെ അങ്ങനെയാണ്. നമുക്ക് സമൂഹത്തിനെ അങ്ങോട്ട് അപ്പാടെ അങ്ങോട്ട് എഴുതി തള്ളാനൊന്നും കഴിയില്ല. നമുക്കിവിടെ ഒരു സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അല്ലേ? ആ സാമൂഹ്യ നീതി വിച്ച് ഈസ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തൃപ്തിപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ എ നൈസ് പേഴ്സൺ. അപ്പം എനിവേ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.